ഒരു മലയാളി പയ്യനാണ്, 13 വയസ്സുള്ള പയ്യനും പറ്റും. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? 13 വയസ്സുള്ള പയ്യൻ അവനൊരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയാണ്. ഇപ്പോൾ ഈയിടെ 100 കോടി രൂപ ആ കമ്പനിക്ക് വില പറഞ്ഞു. 100 കോടി രൂപ 13 കൊച്ചു പയ്യനാണ്. ഉള്ള കാലത്ത് ടെക്നോളജിയിലേക്ക് വരാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനിയുള്ള കാലം ഈ റോബോട്ടിക്സും ഇതിൻ്റെയൊക്കെ കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ഇതെല്ലാ മേഖലയിലും ചികിത്സാ രംഗത്ത് മാറുവാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്ന് ഈ നാനോ റോബോട്ട്സ്, ഇത് നമ്മുടെ സർജറി ചെയ്യാൻ വരെ അകത്ത് കയറിപ്പോയി എവിടെയാണോ പ്രോബ്ലം ഉള്ളത് അവിടെ ഈ സർജറി ഈ ഒരു ലെവലിലേക്കൊക്കെയാണ് മാറുന്നത്. ഡോക്ടർമാരിക്കുന്നു. കാരണവന്മാർക്ക് ഇനിയുള്ള കാലത്ത് അത്യാവശ്യം വിവരം ഇല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് കുട്ടികളെ റോങ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. നമ്മൾ പല ആൾക്കാരും ഇന്നത്തെ ജനറേഷൻ്റെ ഇപ്പോൾ കൊച്ചു കുട്ടികൾ, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ, ഒരു മലയാളി പയ്യനാണ്, 13 വയസ്സുള്ള പയ്യനും പറ്റും. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? 13 വയസ്സുള്ള പയ്യൻ അവനൊരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയാണ്. ഇപ്പോൾ ഈയിടെ 100 കോടി രൂപ ആ കമ്പനിക്ക് വില പറഞ്ഞു. 100 കോടി രൂപ 13 കൊച്ചു പയ്യനാണ്. ഇങ്ങനത്തെ ഒരു ലോകത്ത് ആണ് നമ്മൾ ജീവിക്കുന്നത്. അത് സമസ്ത മേഖലയും കീഴ്പ്പെടുത്തും. അപ്പോൾ നമ്മൾ അതിനകത്ത് മുമ്പോട്ട് നടക്കുക പോരാ, മുമ്പോട്ട് ഓടണം. അത്ര സ്പീഡിലാണ് മാർക്കറ്റ് പോകുന്നത്.